തിങ്ക് പോസിറ്റീവ് ആൻഡ് ആക്ട് പോസിറ്റീവ്. അതായത് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാറുണ്ട്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് അതിനകത്ത് ഇടപെടാറുണ്ട്, നമ്മൾ അവരുടെ കൂടെ നിൽക്കുമെന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളും എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. അതായത് പ്രവൃത്തിയും ചിന്തകളും ഒന്നായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്തിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല. ചില ആൾക്കാർ ഇങ്ങനെയാണ്. നമ്മൾ പറയും മാനിഫെസ്റ്റ് ചെയ്യാൻ പറയും, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറയും. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്തും മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ അവർ പോസിറ്റീവായിട്ടായിരിക്കും തിങ്ക് ചെയ്യുന്നത്. പക്ഷെ അവർ കേൾക്കുന്ന കാര്യങ്ങൾ എന്താ, അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താ, എന്താണ് അവർ ചിന്തിക്കുന്നത് അതിനുശേഷം, ഇതൊക്കെ അവരുടെ മാനിഫെസ്റ്റേഷനെ സ്ട്രോങ്ലി ഇമ്പാക്ട് ഉണ്ടാകും. അതായത് നമ്മളൊരു കാര്യം പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള നെറ്റ്വർക്കിംഗ് ആയിരിക്കണം നമ്മൾ ഉണ്ടാവുന്നത്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടായിരിക്കണം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചിന്തിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സംസാരിക്കാവൂ, പോസിറ്റീവായിട്ടുള്ള ആളുകളായിട്ട് ഇടപഴകണം. അതായത് നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയോ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരെയോ നമ്മുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യണം എന്നല്ല പറയണേ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ ഷോർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ആ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, അത് കയറി കാണുക. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഒരു എക്സാമ്പിളോട് പറയാം. അതായത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് പറയും, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്, നിന്റെ ഒരു വിഷമ സമയത്ത് നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിച്ചാൽ മതി. ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് നമ്മൾ പറയും അല്ലെ, എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് എന്ത് ആവശ്യം വിളിക്കാം. പക്ഷേ അവർ ജെനുവിൻ ആയിട്ട് അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ പല സമയത്തും ഇഗ്നോർ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ പ്രവൃത്തിയും അവരുടെ ചിന്തകളും രണ്ടും രണ്ടാണെന്നാണ്. അങ്ങനെയല്ല, നമ്മൾ എന്ത് കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ആ തരത്തിൽ തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. എന്തും തിങ്കിങ് ആയാലും പ്രവൃത്തി ആയാലും ഒരുപോലെ ആയാൽ മാത്രമേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആയാലും എന്ത് കാര്യങ്ങളും ഒരു 100% റിസൾട്ടിൽ എത്തിക്കാൻ സാധിക്കൂ.